ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ന്യായമായ ചർച്ചകളിലൂടെ തീർക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. നെല്ലെടുക്കാതെ സപ്ലൈകോ നിയമിച്ച കരാർ കമ്പനി പുല്ലഴി കോൾപ്പടവിലെ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി. കൊയ്ത്ത് കഴിഞ്ഞ 20 ടണ്ണോളം നെല്ല് കോൾപ്പടവിൽ കെട്ടിക്കിടക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ച് തൃശൂർ കോർപ്പറേഷൻ. പൊതുകാനയിൽ ശുചിമുറി മാലിന്യം തള്ളിയ 2 പേരെ വാഹനസഹിതം പിടികൂടി പോലീസിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ MK വർഗീസ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ മഹാതീർത്ഥാടനം നാളെ. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരക്കും. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും പൊറുക്കാനാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. അധികൃതരുടെ ഭാഗത്തുനിന്ന് നീതിപൂർണമായ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആക്രമണത്തിനിരയായ വൈദികന്റെ സഹോദരൻ ജോബി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. പെരുവനം പൂരം ഞായറാഴ്ച. വാർത്തകൾ വിശദമായി. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ന്യായമായ ചർച്ചകളിലൂടെ തീർക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. പ്രഥമ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭയുടെ 68ാം വാർഷികാഘോഷവും സംസ്ഥാന പ്രവർത്തക കൺവെൻഷനും തൃശൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു ബിനോയ് വിശ്വം. ഇടതുപക്ഷ ഗവൺമെന്റിനെ ആക്രമിക്കുവാൻ വേണ്ടി ഇടതുപക്ഷ സ്വഭാവത്തിൽ നിൽക്കുന്ന ഒരു കൂട്ടരുടെ സമരം വഴങ്ങത്തിനുമെങ്കിൽ ആ സമരത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലതുപക്ഷ വിജയത്തിന് വേണ്ടിയുള്ള എല്ലാ കരുക്കളും നീക്കാൻ കഴിഞ്ഞു തീരുമെന്ന് അവർ ചിന്തിക്കുന്നു. അതാണ് ആ സമരത്തിന്റെ പ്രത്യേകത. വലതുപക്ഷക്കാർക്ക് ഇതുപോലെ നേട്ടം ചെയ്യാൻ വേണ്ടി അവസരം കൊടുക്കാൻ പാടില്ല. ആ വിഷയത്തിൽ ന്യായമായ ചർച്ചകൾ വഴി പ്രശ്നം കിട്ടണമെന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തുടക്കം മുതൽ ആഗ്രഹിച്ചിട്ടുണ്ട്, ഇപ്പോഴും ആഗ്രഹിക്കുന്നുണ്ട്. പരസ്യമായും അല്ലാതെയും അത് CPI പറഞ്ഞിട്ടുണ്ട്. കേരളത്തിന്റെ LDF നയിക്കുന്ന മുഖ്യമന്ത്രി, ആ മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ വേണ്ടി ശ്രമിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി രാഷ്ട്രീയമായിട്ട് പറയും ആ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ ഞങ്ങൾ ഉണ്ടായിരിക്കുമെന്ന് പറയും. ഏതെങ്കിലും കമ്പനികൾ അവർ തമ്മിലുള്ള രാഷ്ട്രീയമായ അല്ല സാമ്പത്തികമായ കൊടുക്കലുകളും വാങ്ങലുകളും ആ CPI വിഷയമല്ല, ട്രാൻസാക്ഷൻസ് ആണ്. ഏതെങ്കിലും കമ്പനികൾ നടത്തിയ കൊടുക്കൽ വാങ്ങലിൽ സർക്കാരിനെയോ മുഖ്യമന്ത്രിയെയോ ദുർബലപ്പെടുത്താൻ വലതുപക്ഷ ശക്തികൾ നടത്തുന്ന ശ്രമങ്ങൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. LDF സർക്കാർ മുന്നോട്ടു പോകുക പിണറായി വിജയന്റെ നേതൃത്വത്തിൽ തന്നെയായിരിക്കും. ആശാപ്രവർത്തകരുടെ സമരം ന്യായമായ ചർച്ചകൾ വഴി തീർക്കേണ്ടതാണ്. LDF സർക്കാരിനെ താറടിക്കാനുള്ള നീക്കത്തിന് ഈ സമരം പോലുള്ളവ കരുവാക്കപ്പെടാൻ പാടില്ല. സമരത്തെ വിമർശിക്കുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ പ്രധാനമാണ്. ഇടതുപക്ഷത്താകുമ്പോൾ ഉപയോഗിക്കുന്ന ഭാഷ 2 തവണ ആലോചിക്കണം. കേരളത്തിൽ ക്രിസ്ത്യാനികളെ പ്രീണിപ്പിക്കാൻ ശ്രമിക്കുന്ന സംഘപരിവാർ വടക്കേ ഇന്ത്യയിൽ ക്രിസ്ത്യാനികൾക്ക് നേരെ ക്രൂരമായ അക്രമങ്ങൾ നടത്തുകയാണെന്നും ജബൽപൂർ സംഭവം പരാമർശിച്ച് ബിനോയ് വിശ്വം പറഞ്ഞു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗം K പ്രകാശ് ബാബു അധ്യക്ഷത വഹിച്ചു. CPI ദേശീയ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ KP രാജേന്ദ്രൻ, P സന്തോഷ് കുമാർ MP, മന്ത്രിമാരായ K രാജൻ, GR അനിൽ, J ചിഞ്ചുറാണി, CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ് തുടങ്ങിയവർ സംസാരിച്ചു. TCV ന്യൂസ്, തൃശൂർ. നെല്ലെടുക്കാതെ സപ്ലൈകോ നിയമിച്ച കരാർ കമ്പനി പുല്ലഴി കോൾപ്പടവിലെ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി. കൊയ്ത്ത് കഴിഞ്ഞ 20 ടണ്ണോളം നെൽ കെട്ടിക്കിടക്കുന്നു. പുല്ലഴി കോൾപ്പടവിൽ നിന്ന് കൊയ്തെടുത്ത നെല്ലിന് ഈർപ്പം കുറവും പതിര് കൂടുതലാണെന്നും പറഞ്ഞാണ് സപ്ലൈകോ നിയമിച്ച കരാർ കമ്പനി നെല്ലെടുക്കാതെ കർഷകരെ ചൂഷണം ചെയ്യുന്നത്. പാലക്കാട് നിന്ന് പതിര് കളയുന്ന 2 മെഷീൻ എത്തിച്ച് പതിര് കളഞ്ഞു നൽകിയിട്ടും ഇനിയും കിഴിവ് വേണമെന്ന് പറഞ്ഞ് കരാർ കമ്പനി നെല്ലെടുക്കാൻ തയ്യാറാവുന്നില്ലെന്ന് കർഷകർ പറഞ്ഞു. പതിര് കളയാനും പാടത്തുനിന്ന് നെല്ല് ഗോഡൌണിലേക്ക് കൊണ്ടുവരാനും കർഷകന് 1 ചാക്കിന് 100 രൂപ അഡീഷണൽ ചെലവാണെന്നും പുല്ലഴി കോൾ കർഷക സംഘം പ്രസിഡന്റ് കോളങ്ങാട്ട് ഗോപിനാഥൻ ചൂണ്ടിക്കാട്ടി. ഇവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഞങ്ങൾ മാനിച്ചു, കർഷകർ മാനിച്ചുകൊണ്ട് നിങ്ങൾ പറയുന്ന മാതിരി ഞങ്ങൾ ചെയ്യാമെന്നുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞതിന് ശേഷം ഇവർ വീണ്ടും വീണ്ടും ഞങ്ങളെ ചൂഷണം ചെയ്യുക. അത് വേണം, ഇത് വേണം, മറ്റത് വേണം എന്നൊക്കെ വേണ്ട അവർ ചൂഷണം ചെയ്യുക. അപ്പം ഞങ്ങൾ പറഞ്ഞു അത് പറ്റില്ല. 1 കിലോ ഞങ്ങൾ വിട്ടു കൊടുത്തു. അതിന് പുറമെ 1 കിലോനും കൊടുത്ത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും 2 ദിവസം ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ നമ്മളോട് പറഞ്ഞു അത് പറ്റില്ല, ഞങ്ങൾക്ക് ഈ നെല്ല് വേണ്ട, പതിര് കളഞ്ഞു തരണം. വീണ്ടും കമ്മിറ്റി കൂടി ഇവരോട് സംസാരിച്ചപ്പോൾ വീണ്ടും ഞങ്ങൾ
പതിര് കളഞ്ഞു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമത്തിലായി. പതിരും കളഞ്ഞു കൊടുത്തു കഴിഞ്ഞപ്പോൾ വീണ്ടും അവർ പറയണു അവർക്ക് വീണ്ടും കിഴിവ് കൊടുക്കണമെന്ന്. ഇവിടെ കെട്ടിക്കിടക്കുന്ന നെല്ലും ഇവിടെ കാണുന്ന ഈ ട്രാക്ടറിലും കൊയ്ത്ത് മെഷീനിൽ കിടക്കുന്ന നെല്ല് ലോഡ് കണക്കിന് കിടക്കുക. ആ സമയത്താണ് അവർ പറയുന്ന മാനദണ്ഡങ്ങളൊക്കെ ഞങ്ങൾ പാലിച്ചു. ഇനിയും നെല്ല് മാറ്റി കൊടുക്കണമെന്നാണ് കർഷകൻ ആത്മഹത്യ ചെയ്യാൻ രക്ഷയുള്ളൂ. MLA ഇടപെട്ട് ശക്തമായ സമ്മർദ്ദം ചെലുത്തിയാണ് കഴിഞ്ഞ ദിവസം ഒരു ലോഡ് നെല്ല് കരാർ കമ്പനി കൊണ്ടുപോയതെന്നും കർഷകർ പറയുന്നു. കർഷകരോട് സർക്കാരും സപ്ലൈകോയും തികഞ്ഞ അവഗണനയാണ് തുടരുന്നത്. സ്വകാര്യ മില്ലുകാർ സപ്ലൈകോയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും ഇവർ പറയുന്നു. 750 ഏക്കറോളം വരുന്ന പുല്ലഴി കോൾപ്പടവിലെ പകുതി ഭാഗത്തെ കൊയ്ത്തു മാത്രമേ ഇതുവരെ കഴിഞ്ഞിട്ടുള്ളൂ. ഇവിടെയുള്ള 650ഓളം നെൽകർഷകരുടെ കണ്ണുനീർ ബന്ധപ്പെട്ടവർ കാണുന്നില്ലെന്നാണ് ഇവരുടെ പരാതി. ഇക്കാര്യത്തിൽ അടിയന്തര ഇടപെടൽ ഉണ്ടാകണമെന്ന് ആവശ്യപ്പെട്ട് MPയെയും കർഷകർ സമീപിച്ചിട്ടുണ്ട്. മാർച്ച് 5-ന് കൊയ്ത്ത് ആരംഭിച്ചെങ്കിലും നെല്ലിന് വെള്ളത്തിന്റെ അംശം കൂടുതലാണെന്ന് പറഞ്ഞ് കമ്പനി 2 തവണ കൊയ്ത്ത് നിർത്തിവെപ്പിച്ചു. ഇതേ തുടർന്ന് നെല്ലെല്ലാം മൂത്തുണങ്ങി ചുരുങ്ങിപ്പോയി. ഇതും കർഷകർക്ക് വലിയ നഷ്ടമാണ് ഉണ്ടാക്കിയത്. ആദ്യം വന്ന കമ്പനികൾ കരാറിൽ നിന്ന് പിന്മാറിയെങ്കിലും പിന്നീട് വന്ന കമ്പനികളും ഓരോ കാരണങ്ങൾ പറഞ്ഞ് വീണ്ടും കർഷകരെ ചൂഷണം ചെയ്യുകയാണെന്നാണ് കർഷകരുടെ ആരോപണം. TCV ന്യൂസ്, തൃശൂർ. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ച് തൃശൂർ കോർപ്പറേഷൻ. രാത്രിയുടെ മറവിൽ പൊതുകാനയിൽ ശുചിമുറി മാലിന്യം തള്ളിയ 2 പേരെ വാഹനം സഹിതം പിടികൂടി പോലീസിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ MK വർഗീസ്. മാലിന്യമുക്ത നവകേരള സൃഷ്ടിയുടെ ഭാഗമായി മാലിന്യം തള്ളുന്നവർക്കെതിരെ തൃശൂർ കോർപ്പറേഷൻ ശക്തമായ നിയമ നടപടി സ്വീകരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് പരിശോധന ആരംഭിച്ചത്. ശനിയാഴ്ച പുലർച്ചെ 3:30 കിഴക്കേക്കോട്ടയിൽ മിഷൻ ക്വാർട്ടേഴ്സ് ഡിവിഷനിൽപ്പെട്ട തോട്ടത്തിൽ ലൈനിലെ പൊതുകാനയിലേക്ക് സെപ്റ്റിക് മാലിന്യം തള്ളുന്നതിനിടെയാണ് കോർപ്പറേഷൻ ഹെൽത്ത് നൈറ്റ് സ്ക്വാഡ് വാഹനം ഉൾപ്പെടെ 2 പേരെ പിടികൂടി പോലീസിലേൽപ്പിച്ചത്. പ്രദേശവാസികൾ അറിയിച്ചതനുസരിച്ച് സ്ക്വാഡ് അംഗങ്ങൾ സ്ഥലത്തെത്തിയെങ്കിലും കാനയിൽ മാലിന്യം തള്ളി സംഘം രക്ഷപ്പെട്ടിരുന്നു. സ്ഥലത്ത് കാത്തിരുന്നപ്പോഴാണ് 2ാമത്തെ ലോഡുമായി സംഘം എത്തിയത്. ഹെൽത്ത് ഇൻസ്പെക്ടർ VK കണ്ണന്റെ നേതൃത്വത്തിലുള്ള സ്ക്വാഡ് അംഗങ്ങൾ വാഹനം തടഞ്ഞ് 2 പേരെയും വാഹനവും പിടികൂടി പോലീസിന് കൈമാറി. ഇതിനിടയിൽ സംഘത്തിന്റെ ആക്രമണത്തിൽ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ ദിനേശിന് പരിക്കേറ്റു. കൊടുങ്ങല്ലൂർ സ്വദേശി പനങ്ങാട് പഴൂപ്പറമ്പിൽ ഗോപകുമാർ, വയനാട് പുൽപ്പള്ളി സ്വദേശി അഭിലാഷ് എന്നിവരാണ് പിടിയിലായത്. ഇവർക്കെതിരെ ശക്തമായ നിയമ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് കോർപ്പറേഷൻ മേയർ MK വർഗീസ്, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വർഗീസ് കണ്ടംകുളത്തി എന്നിവർ തൃശൂർ ഈസ്റ്റ് സ്റ്റേഷനിലെത്തി. പ്രതികൾക്കെതിരെ FIR ഇട്ടതായും വണ്ടി കോടതിയിൽ ഹാജരാക്കുമെന്നും SI വിപിൻ അറിയിച്ചു. മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാന പോലീസ് മേധാവിക്കും തൃശൂർ റേഞ്ച് IG അടക്കമുള്ളവർക്കും പരാതി നൽകുമെന്നും പരിശോധന കർശനമായി തുടരുമെന്നും മേയർ MK വർഗീസ് പറഞ്ഞു. ഞങ്ങൾ ചില കാര്യങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. ഈ വിഷയം ഇനി ഒരു കാരണവശാലും ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് മുന്നിൽ കണ്ടുകൊണ്ട് DGPക്ക് കത്ത് കൊടുക്കും. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെയുള്ള DIGക്ക് കത്ത് കൊടുക്കും, SP അടക്കം കത്ത് കൊടുക്കുക. ഒപ്പം തന്നെ ഇതുപോലെ കിട്ടുന്ന വാഹനങ്ങളുടെ ഡ്രൈവറുടെയും അതുപോലെ വാഹനത്തിൻ്റെയും പെർമിറ്റും ലൈസൻസും റദ്ദ് ചെയ്യാനുള്ള നടപടിയുമായി മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ശക്തമായ പരിശോധന, ശക്തമായ നടപടി ഉണ്ടാവും. അതിന് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നു, ഉറപ്പും കിട്ടിയിട്ടുണ്ട്. TCV ന്യൂസ്, തൃശൂർ. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലായിരുന്നു മാർച്ച്. തൃപ്രയാർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് സിവിൽ സ്റ്റേഷന് സമീപം പോലീസ് തടഞ്ഞു. തൃശൂർ ജില്ലാ കോൺഗ്രസ് മുൻ അധ്യക്ഷൻ ജോസ് വള്ളൂർ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് നാട്ടിക നിയോജക മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് AV യദുകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ കമ്മിറ്റി അംഗം കിരൺ തോമസ്, യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഹരീഷ് മോഹൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി C പ്രമോദ് തുടങ്ങിയവർ സംസാരിച്ചു. ഉദ്ഘാടനത്തിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡ് മറച്ചിടാൻ ശ്രമിച്ചതിനെ തുടർന്ന് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ച പ്രവർത്തകരെ വലപ്പാട് പോലീസ് SHO MK രമേശിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്ത് നീക്കി. സംസ്ഥാന സർക്കാർ നാം എല്ലാവരും ഇവിടെ 1.5 ലക്ഷം രൂപയാണ്. തൃശൂർ അതിരൂപത നടത്തുന്ന 28ാം പാലയൂർ മഹാതീർത്ഥാടനത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി. മുഖ്യപദയാത്ര ഞായറാഴ്ച പുലർച്ചെ 4 മണിക്ക് വിശുദ്ധ കുർബാനയോടെ തൃശൂർ ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ നിന്ന് ആരംഭിച്ച് രാവിലെ 11 മണിക്ക് പാലയൂർ മാർത്തോമ മേജർ എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ എത്തിച്ചേരും. ഉച്ചകഴിഞ്ഞ് 2:30 പാവർട്ടി സെന്റ് ജോസഫ് തീർത്ഥകേന്ദ്രത്തിൽ നിന്ന് ആരംഭിക്കുന്ന 2ാം ഘട്ട പദയാത്ര വൈകിട്ട് 4:30 പാലയൂരിൽ എത്തും.
തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനം സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ഉദ്ഘാടനം ചെയ്യും. പാലയൂർ മഹാതീർത്ഥാടനത്തോടനുബന്ധിച്ച് തീർത്ഥാടകർക്കായി മാർത്തോമ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ തീർത്ഥകേന്ദ്രത്തിൽ രാവിലെ 6:30 മുതൽ തുടർച്ചയായി ദിവ്യബലി ഉണ്ടാകും. പദയാത്രയായി എത്തുന്ന മുഴുവൻ തീർത്ഥാടകർക്കും നേർച്ച ഭക്ഷണവും ഒരുക്കിയിട്ടുണ്ടെന്ന് ഭാരവാഹികൾ അറിയിച്ചു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും പൊറുക്കാനാവില്ലെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പറഞ്ഞു. ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ സഹോദരൻ ജോബി തേറാട്ടിലിന്റെ കുട്ടനെല്ലൂരിലെ വീട് സന്ദർശിച്ച ശേഷം മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഇത്തരം ആക്രമണങ്ങൾ രാജ്യത്ത് അരാജകത്വം സൃഷ്ടിക്കും. സർക്കാരിന്റെ എല്ലാ പിന്തുണയും കുടുംബത്തെ അറിയിച്ചിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. വീഡിയോ കോളിലൂടെ മന്ത്രി ഫാദർ ഡേവിസ് ജോർജുമായി സംസാരിച്ചു. കണ്ടാലറിയാവുന്ന അക്രമികൾക്കെതിരെ കേസെടുത്തതായാണ് വിവരം. നീതിപൂർണമായ നടപടി അധികൃതരുടെ ഭാഗത്തുനിന്നുണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്ന് വൈദികന്റെ സഹോദരൻ ജോബി തേറാട്ടിൽ പറഞ്ഞു. MLA പി ബാലചന്ദ്രൻ, കൌൺസിലർ ശ്യാമള വേണുഗോപാൽ എന്നിവർ മന്ത്രിയോടൊപ്പം ഉണ്ടായിരുന്നു. മധ്യപ്രദേശിലെ ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ അഞ്ചേരിയിലെ സഹോദരന്റെ വസതി CPM നേതാക്കൾ സന്ദർശിച്ചു. സഹോദരൻ ജോബി തേറാട്ടിൽ നിന്ന് നേതാക്കൾ വിവരങ്ങൾ ആരാഞ്ഞു. CPM നേതാക്കളായ വർഗീസ് കണ്ടംകുളത്തി, KV സജു, KV ജനാർദ്ദനൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KM രാധാകൃഷ്ണൻ, കൌൺസിലർ ശ്യാമള വേണുഗോപാൽ തുടങ്ങിയവർ സംഘത്തിലുണ്ടായിരുന്നു. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. തന്ത്രിയുടെ അനുമതിയോടെ തിമില പാണികൊട്ടി ശാസ്താവിന്റെ തിടമ്പ് കയ്യിൽ വെച്ച് പ്രദക്ഷിണം കഴിഞ്ഞാണ് ചെമ്പട കൊട്ടി ശാസ്താവിനെ പുറത്തേക്ക് എഴുന്നള്ളിച്ചത്. ക്ഷേത്രത്തിന്റെ വടക്കേ പ്രദക്ഷിണ വഴിയിൽ ചെമ്പട അവസാനിച്ചതോടെ വിളക്കാചാരം നടന്നു. തുടർന്ന് വലം തലയിലെ ശ്രുതിയോടുകൂടി 1.5 പ്രദക്ഷിണം കഴിഞ്ഞ് കിഴക്കേ നടയിൽ തെക്കോട്ട് അഭിമുഖമായി നിന്ന് കുറുകൊട്ടി അവസാനിച്ചു. 5 ഗജവീരന്മാരുടെ അകമ്പടിയോടെയുള്ള പഞ്ചാരിമേളം പടിഞ്ഞാറേ നടപ്പുരയിൽ കലാശിച്ചു. തുടർന്ന് തൈക്കാട്ടുശ്ശേരി ക്ഷേത്രത്തിലേക്ക് ശാസ്താവ് എഴുന്നള്ളി. ഉരുട്ടുചെണ്ടയിൽ പെരുവനം സതീശന്മാരാരും, കുറുങ്കുഴലിൽ കിഴൂട്ട് നന്ദനനും, വലന്തലയിൽ പെരുവനം ഗോപാലകൃഷ്ണനും, കൊമ്പിൽ കുമ്മത്ത് രാമൻകുട്ടി നായരും, ഇലത്താളത്തിൽ കുമ്മത്ത് നന്ദനനും പഞ്ചാരിമേളത്തിന് പ്രമാണിമാരായി. ദേവസ്വം കൊമ്പൻ ശിവകുമാർ ശാസ്താവിന്റെ തിടമ്പേറ്റി. പെരുവനം പൂരം ഞായറാഴ്ച ആഘോഷിക്കും. വൈകിട്ട് 4-ന് കിഴക്കേ നടവഴിയിൽ കടലാശ്ശേരി പിഷാരിക്കൽ ഭഗവതി എഴുന്നള്ളുന്നതോടെ പെരുവനം പൂരത്തിന് തുടക്കമാകും. 5 ആനകളും പഞ്ചാരിമേളവും അകമ്പടിയാകും. പെരുവനം ശങ്കരനാരായണന്മാരാർ പ്രമാണിയാകും. 6:30-ന് ആറാട്ടുപുഴ ശാസ്താവ് 7 ആനകളോടെ പെരുവനം ക്ഷേത്രത്തിന്റെ തെക്കേ നടയിൽ അണിനിരക്കും. രാത്രി 7-ന് തൊട്ടിപ്പാൾ ഭഗവതിയോടൊപ്പം 7 ആനകളുടെ അകമ്പടിയോടെ ചാത്തംകുളം ശാസ്താവിന്റെ എഴുന്നള്ളിപ്പുണ്ടാകും. 11-ന് ആറാട്ടുപുഴ, കല്ലേലി, മേടംകുളങ്ങര ശാസ്താക്കന്മാർ ഒരുമിച്ചെഴുന്നള്ളും. രാത്രി 11-ന് 7 ആനകളുടെ അകമ്പടിയോടെ ഊരകത്തമ്മ എഴുന്നള്ളും. ചെറുശ്ശേരി കുട്ടന്മാരാർ പ്രമാണിയാകും. 3 ആനകളുടെ അകമ്പടിയോടെ ചേർപ്പ് ഭഗവതിയുടെ എഴുന്നള്ളിപ്പ് നടക്കും. പൂരത്തിൽ പങ്കെടുക്കുന്ന 18 ദേവീദേവന്മാരിൽ 11 ദേവീദേവന്മാർ അണിനിരക്കുന്ന പെരുവനം വിളക്ക് രാത്രി 12-ന് നടക്കും. രാത്രി 12-ഓടെ പെരുവനം മഹാദേവ ക്ഷേത്രത്തിന്റെ വടക്കേ നടയിൽ കൂട്ടിയെഴുന്നള്ളിപ്പും നടക്കും. നെട്ടിശ്ശേരി ശാസ്താവിനാണ് നായകസ്ഥാനം. നാങ്കുളം ശാസ്താവ്, കോടന്നൂർ ശാസ്താവ്, ചക്കംകുളങ്ങര ശാസ്താവ്, മേടക്കുളം ശാസ്താവ്, ചിറ്റിച്ചാത്തക്കുടം ശാസ്താവ്, പൂനിലാർക്കാവ് ഭഗവതി, കല്ലേലി ശാസ്താവ്, മാട്ടിൽ ശാസ്താവ്, എടക്കുന്നി ഭഗവതി, തൈക്കാട്ടുശ്ശേരി ഭഗവതി എന്നീ ദേവീദേവന്മാർ വിളക്ക് പൂരത്തിൽ അണിനിരക്കും. കാട്ടൂർ പൂരത്തിന് ശേഷം തിരികെ തൃപ്രയാറിലെത്തിയ തേവർക്ക് തൃപ്രയാർ ജംഗ്ഷന് പടിഞ്ഞാറ് മൂസിന്റെ ഇല്ലത്ത് പറയും നടത്തി. പുത്തൻകുളത്തിൽ ആറാടിയ തേവർ തിരികെ ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളി. രാവിലെ ബ്ലാഹയിൽ കണ്ടംപുള്ളിച്ചിറയിൽ ആറാട്ടിനായി പുറപ്പെട്ട തേവർക്ക് വഴിനീളെ നിറവറയും നിലവിളക്കുമായി വൻ സ്വീകരണമാണ് നൽകിയത്. ഞായറാഴ്ചയാണ് ചരിത്രപ്രസിദ്ധമായ തേവരുടെ പൈനൂർ പാടത്തെ ചാലുകുത്തൽ നടക്കുക. രാവിലെ പൈനൂർ പാടത്തേക്ക് പുറപ്പെടുന്ന തേവർക്ക് വലപ്പാട് കോതകുളത്തിൽ ആറാട്ടും നടക്കും. ചലച്ചിത്ര നടൻ പൃഥ്വിരാജിന് ആദായനികുതി വകുപ്പിന്റെ നോട്ടീസ്. മുൻ ചിത്രങ്ങളുടെ പ്രതിഫല വിവരങ്ങൾ കൈമാറണമെന്നാണ് നിർദ്ദേശം. പൃഥ്വിരാജിന് ചലച്ചിത്രങ്ങളിൽ നിന്നുള്ള വരുമാനം സംബന്ധിച്ച് ആദായനികുതി വകുപ്പ് വ്യക്തത തേടി.
കടുവ, ജനഗണമന, ഗോൾഡ് സിനിമകളുടെ പ്രതിഫലം സംബന്ധിച്ച് വിവരങ്ങൾ തേടി. ഈ ചിത്രങ്ങളിലും അഭിനേതാവ് എന്ന നിലയിൽ പ്രതിഫലം കൈപ്പറ്റിയിരുന്നില്ല. എന്നാൽ സഹനിർമ്മാതാവ് എന്ന പേരിൽ 40 കോടിയോളം രൂപ പൃഥ്വിരാജിന് ലഭിച്ചു. അഭിനേതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി കൂടുതലാണ്. എന്നാൽ സഹനിർമ്മാതാവ് എന്ന നിലയിൽ പണം വാങ്ങുമ്പോൾ നികുതി താരതമ്യേന കുറവാണ്. തിരുവില്ലാമലയിൽ വാട്സ്ആപ്പ് ഹാക്ക് ചെയ്ത നിരവധി പേരുടെ പണം തട്ടിയതായി പരാതി. പന്തല്ലൂർ ജയരാമൻ, റിട്ടയേർഡ് കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥൻ ജയപ്രകാശ് എന്നിവരുടെ വാട്സ്ആപ്പ് നമ്പറുകളാണ് ഹാക്ക് ചെയ്തത്. ജയരാമന്റെ നമ്പർ ആദ്യം ഹാക്ക് ചെയ്യുകയും ഇതിൽ നിന്ന് ജയപ്രകാശിന് തിരിച്ചയക്കാൻ ആവശ്യപ്പെട്ട് OTP നമ്പർ അയക്കുകയും ചെയ്തു. ഇത് അയച്ചതോടെ ജയപ്രകാശിന്റെ ഫോണും ഹാക്കായി. തുടർന്നാണ് പണം തട്ടിപ്പ് നടത്തിയത്. തങ്ങളുടെ GPay കംപ്ലൈന്റ് ആണെന്നും പണം അത്യാവശ്യമാണെന്നും പറഞ്ഞാണ് തട്ടിപ്പ് നടത്തിയത്. ഫോണിൽ സേവ് ചെയ്തിട്ടുള്ള എല്ലാ നമ്പറുകളിലേക്കും പണം താൽക്കാലികമായി ആവശ്യപ്പെട്ടുകൊണ്ട് മെസ്സേജ് അയക്കുകയായിരുന്നു. ഒരു സുഹൃത്ത് ആദ്യം 10,000 നൽകി. അത് തികയില്ലെന്ന് പറഞ്ഞ് വീണ്ടും 10,000 ആവശ്യപ്പെട്ടു. അതും നൽകി. വീണ്ടും 10,000 രൂപ ആവശ്യപ്പെട്ടതോടെയാണ് സംശയം തോന്നിയത് സംഭവം പുറത്തറിയാൻ കാരണമായത്. ഇവരെല്ലാമുള്ള പല വാട്സ്ആപ്പ് ഗ്രൂപ്പുകളും ഹാക്കർമാരുടെ നിയന്ത്രണത്തിലാവുകയും ഗ്രൂപ്പുകൾ അഡ്മിൻ ഓൺലി ആക്കുകയും ചെയ്തു. ഈ നമ്പറുകൾ ഹാക്ക് ചെയ്തിട്ടുണ്ട് എന്ന മെസ്സേജുകൾ പോലും ഹാക്കർമാർ ഗ്രൂപ്പുകളിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. ഇത്തരത്തിൽ പലരുടെയും പണം നഷ്ടപ്പെട്ടിട്ടുണ്ട്. പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. റോഡരികിലിട്ട് കാർ റിപ്പയർ ചെയ്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ പല്ലിശ്ശേരി സ്വദേശി ചന്ദ്രനെയും മകൻ ജിതിൻ കുമാറിനെയും കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയെ ശിക്ഷിച്ചു. പല്ലിശ്ശേരി സ്വദേശി കിഴക്കൂടൻ വീട്ടിൽ വേലപ്പനെയാണ് വിവിധ വകുപ്പുകളിലായി 3 ജീവപര്യന്തവും 3 വർഷവും 1 മാസവും തടവിനും 20,50,500 രൂപ പിഴ അടയ്ക്കുന്നതിനും തൃശൂർ പട്ടികജാതി പട്ടികവർഗ അതിക്രമങ്ങൾ തടയുന്നതിനായുള്ള സ്പെഷ്യൽ കോടതി ജഡ്ജ് K. കമനീസ് ശിക്ഷ വിധിച്ചത്. 2022 നവംബർ 28-നായിരുന്നു കേസിനാസ്പദമായ സംഭവം നടന്നത്. കൊല്ലപ്പെട്ട ജിതിൻ കുമാറിന്റെ വിവാഹ വാർഷിക ദിനമായ ഏപ്രിൽ 5-ന് തന്നെ കേസിലെ വിധി പറഞ്ഞത് യാദൃശ്ചികതയായി. ലഹരിക്കടിമപ്പെട്ട് മാതാപിതാക്കൾക്കും സുഹൃത്ത് ബന്ധങ്ങൾക്കും വില കൽപ്പിക്കാതെ കൊന്നുതള്ളുന്ന പുതുതലമുറയ്ക്കെതിരെ കക്ഷി രാഷ്ട്രീയത്തിനും ജാതിമത ചിന്തകൾക്കും അതീതമായി വലിയ മുന്നേറ്റം രാജ്യത്ത് വളർന്നു വരേണ്ടിയിരിക്കുന്നുവെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. സ്വാതന്ത്ര്യസമര സേനാനിയും ഗാന്ധിയനുമായ വലിയപുരയ്ക്കൽ കൃഷ്ണന്റെ ജന്മശതാബ്ദി ആഘോഷം ഗുരുവായൂരിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്വാതന്ത്ര്യസമരത്തിന്റെ നന്മയുടെയും അഹിംസയുടെയും സന്ദേശങ്ങളിൽ നിന്ന് വ്യതിചലിച്ചതാണ് പുതുതലമുറ നേരിടുന്ന വെല്ലുവിളിയെന്നും സുധീരൻ പറഞ്ഞു. ജന്മശതാബ്ദി ആഘോഷ കമ്മിറ്റി ചെയർമാൻ R. രവികുമാർ അധ്യക്ഷത വഹിച്ചു. NK അക്ബർ MLA കൃഷ്ണന് ഉപഹാരം സമർപ്പിച്ചു. നഗരസഭാ ചെയർമാൻ M. കൃഷ്ണദാസ് പൊന്നാടയണിയിച്ചു. TN പ്രതാപൻ പ്രശസ്തി പത്രം കൈമാറി. ശിവഗിരി മഠം സ്വാമി പ്രബോധ തീർത്ഥ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഗുരുവായൂർ ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട്, കൌൺസിലർ ശോഭ ഹരിനാരായണൻ, ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി, അരവിന്ദൻ പല്ലത്ത്, ബാലൻ വാറനാട്ട്, VP ഉണ്ണികൃഷ്ണൻ, VK ജയരാജ് തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂരിൽ വീട്ടിൽ കയറി വയോധികയെ ആക്രമിച്ച് 1 പവന്റെ വള കവർന്ന കേസിലെ പ്രതിയെ അറസ്റ്റ് ചെയ്തു. തമിഴ്നാട് രാമനാഥപുരം ഏനാദി കിടാത്തിരിക്കൽ വീട്ടിൽ ജയരാമനാണ് അറസ്റ്റിലായത്. മോഷണത്തിന് പ്രത്യേക പരിശീലനം ലഭിച്ച കുറുവാ സംഘത്തിലെ കണ്ണിയാണ് ഇയാളെന്ന് പോലീസ് പറഞ്ഞു. ചാമുണ്ടേശ്വരി റോഡിൽ കൃഷ്ണപ്രിയയിൽ മാധവന്റെ ഭാര്യ പുഷ്പലതയെ ആക്രമിച്ചാണ് ഇയാൾ സ്വർണം കവർന്നത്. കഴിഞ്ഞ 27-ന് പുലർച്ചെയാണ് സംഭവം. കിഴക്കേനടയിലെ അമ്പാടി പാർക്കിംഗ് ഗ്രൌണ്ടിന് മുന്നിലെ ചായക്കട തുറക്കാനായി മാധവൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് കണ്ടാണ് പ്രതി മോഷണത്തിനെത്തിയത്. അറസ്റ്റിലായ പ്രതിയെ ടെമ്പിൾ SHO G. അജയകുമാർ, SI പ്രീത ബാബു എന്നിവരുടെ നേതൃത്വത്തിൽ പോലീസ് സംഭവസ്ഥലത്ത് കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കുപ്രസിദ്ധ മോഷ്ടാവ് തേനി സ്വദേശി കരുണാനിധിയുടെ ശിഷ്യനാണ് അറസ്റ്റിലായ ജയരാമനെന്ന് പോലീസ് പറഞ്ഞു. ചെരുപ്പോ മൊബൈൽ ഫോണോ ഉപയോഗിക്കാറില്ലെന്നും CCTV ക്യാമറയിൽ പെടാതിരിക്കാൻ മുഖം മറച്ചായിരിക്കും ഇവരെത്തുക എന്ന് പോലീസ് പറഞ്ഞു. പുതിയ ആശയങ്ങൾ സമൂഹത്തിൽ ഉണ്ടാകുന്നില്ലെന്നും ആളുകൾ അവനവനിലേക്ക് ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി B. കമാൽ പാഷ പറഞ്ഞു. കേരള ഭിന്നശേഷി ക്ഷേമ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച 11ാമത് സമൂഹ വിവാഹവും കുടുംബസംഗമവും ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പരസ്പര സമ്പർക്കം ഇന്ന് ജനങ്ങളുടെ ഇടയിൽ ഇല്ലാതായിരിക്കുന്നതിനാൽ അയൽക്കാരനെ കാണാൻ പോലും കഴിയില്ലെന്നും വീടുകളിലാണെങ്കിലും എല്ലാവരും മൊബൈലിലാണെന്നും അദ്ദേഹം പറഞ്ഞു. നമ്മുടെ നാട്ടിൽ മൊട്ടയടിച്ച് കിടക്കുന്നവരുടെ കാര്യം നോക്കാൻ ഇവിടെ ആരുമില്ലെന്നും രാഷ്ട്രീയ നിലപാടാണ് ഇതിന് പിന്നിലെന്നും കമാൽ പാഷ കുറ്റപ്പെടുത്തി. CMS സ്കൂളിൽ നടന്ന പരിപാടിയിൽ സംഘടനാ സംസ്ഥാന പ്രസിഡന്റ് ഷൈനി ഫ്രാങ്ക് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി ഖാദർ നാട്ടിക, PD ബാബുരാജ്,
ഡോക്ടർ RLV രാമകൃഷ്ണൻ, സാഹിത്യകാരി മനീഷ മുകേഷ് ലാൽ, ഡോക്ടർ VK സതീദേവി തുടങ്ങിയവർ പങ്കെടുത്തു. സമൂഹ വിവാഹത്തിൽ 12 യുവതീ യുവാക്കൾ വിവാഹിതരായി. ഭിന്നശേഷി ക്ഷേമ സംഘടനയിലൂടെ മംഗല്യഭാഗ്യം ലഭിച്ചത് 146 യുവതീ യുവാക്കൾക്ക്. ഖാദർ നാട്ടികയുടെ നേതൃത്വത്തിൽ കഴിഞ്ഞ 20 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ഭിന്നശേഷി ക്ഷേമ സംഘടന നിരവധി സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ് ശ്രദ്ധേയമാകുന്നത്. വിവിധ കാരണങ്ങളാൽ വിവാഹം നീണ്ടുപോയ കേരളത്തിൽ അങ്ങോളമിങ്ങോളമുള്ള നിരവധി പാവപ്പെട്ട യുവതികൾക്കാണ് സമൂഹ വിവാഹത്തിലൂടെ സംഘടന കൈത്താങ്ങായത്. ഇതിനോടകം 146 യുവതീ യുവാക്കൾക്ക് വിവാഹ ജീവിതം നൽകാൻ സംഘടനയ്ക്ക് കഴിഞ്ഞു. സംഘടനയുടെ 11ാമത് സമൂഹ വിവാഹമായിരുന്നു തൃശൂർ CMS സ്കൂളിൽ നടന്നത്. സംഘടന അതിവിപുലമായി സംഘടിപ്പിക്കുന്ന കൂടിക്കാഴ്ചകളിലൂടെയാണ് യുവതീ യുവാക്കളെ കണ്ടെത്തുന്നത്. ഇത്തവണത്തെ സമൂഹ വിവാഹത്തിൽ തൃശൂരിന് പുറമെ പാലക്കാട്, മലപ്പുറം, ആലപ്പുഴ, കൊല്ലം ജില്ലകളിൽ നിന്നുള്ള 12 യുവതീ യുവാക്കളെയാണ് മംഗല്യഭാഗ്യത്തിന് തിരഞ്ഞെടുത്തത്. ഇവർക്കാവശ്യമായ താലി, മോതിരം, വിവാഹവസ്ത്രം, ഭക്ഷണം തുടങ്ങിയവയെല്ലാം സംഘടന തന്നെയാണ് നൽകുന്നത്. ഇത്തരത്തിൽ വിവാഹത്തിന് മാത്രമായി ഇതുവരെ ഏകദേശം 1,60,00,000 രൂപ സംഘടന ചിലവഴിച്ചിട്ടുണ്ട്. സുമനസ്സുകൾ നൽകുന്ന സംഭാവന ഉപയോഗിച്ചാണ് സമൂഹ വിവാഹം നടത്തുന്നത്. കൂടാതെ ഭിന്നശേഷിക്കാരെ സ്വയം പര്യാപ്തരാക്കുക, അവരുടെ പുനരധിവാസം, സർക്കാരിൽ നിന്നുള്ള ആനുകൂല്യങ്ങൾ നേടിയെടുക്കാൻ സഹായിക്കുക തുടങ്ങി നിരവധിയായ ക്ഷേമ പ്രവർത്തനങ്ങളും സംഘടന നടത്തിവരുന്നു. ഏറെക്കാലം പ്രസിഡന്റായിരുന്ന ത്രേസ്യ ഡയസിന്റെ മരണശേഷം ഷൈനി ഫ്രാങ്കാണ് നിലവിൽ സംഘടനയുടെ പ്രസിഡന്റ്. സംസ്ഥാനമൊട്ടാകെ 70,000-ലധികം പേരാണ് സംഘടനയിൽ അംഗമായിട്ടുള്ളത്. TCV തൃശൂർ. അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകന് 4 വർഷം കഠിന തടവും പിഴയും ശിക്ഷ. പൈങ്കുളം കിഴക്കേച്ചോലയിൽ അജിത്തിനെയാണ് വിവിധ വകുപ്പുകളിലായി 4 വർഷം തടവിനും 25,000 രൂപ പിഴയടയ്ക്കുന്നതിനും തൃശൂർ പ്രിൻസിപ്പൽ അസിസ്റ്റന്റ് സെഷൻസ് ജഡ്ജ് S. തേജോബായ് തമ്പുരാട്ടി ശിക്ഷ വിധിച്ചത്. 2019 ഏപ്രിൽ 10-നാണ് കേസിനാസ്പദമായ സംഭവം. പ്രോസിക്യൂഷനു വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ലാജു ലാസർ M, അഡ്വക്കേറ്റ് AP പ്രവീണ എന്നിവർ കോടതിയിൽ ഹാജരായി. കേരള ബാർ കൌൺസിലിന്റെ നേതൃത്വത്തിൽ അഭിഭാഷകർക്കായി സംഘടിപ്പിച്ച നിയമശില്പശാല ഹൈക്കോടതി ജസ്റ്റിസ് A. മുഹമ്മദ് മുസ്താഖ് ഉദ്ഘാടനം ചെയ്തു. കേരള ബാർ കൌൺസിൽ ചെയർമാൻ അഡ്വക്കേറ്റ് TS അജിത് അധ്യക്ഷത വഹിച്ചു. കേരള അഡീഷണൽ ജനറൽ അഡ്വക്കേറ്റ് KP ജയചന്ദ്രൻ, ബാർ കൌൺസിൽ ഓഫ് ഇന്ത്യ മെമ്പർ അഡ്വക്കേറ്റ് N. മനോജ് കുമാർ, ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് ജഡ്ജ് PP സൈദലവി, തൃശൂർ ജില്ലാ ബാർ അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് MV ഗോപാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരള ഹൈക്കോടതി ജഡ്ജി VM ശ്യാംകുമാർ, അഡ്വക്കേറ്റ് ശങ്കർ P. പണിക്കർ എന്നിവർ ക്ലാസ് എടുത്തു. സാഹിത്യകാരി സാറ ജോസഫിന്റെ 6 പതിറ്റാണ്ട് നീണ്ട എഴുത്തും ജീവിതവും പോരാട്ടവും സാമൂഹിക രാഷ്ട്രീയ പ്രതിരോധവും ചർച്ച ചെയ്യുന്നതിനും ആഘോഷിക്കുന്നതിനുമായി തൃശൂർ സാഹിത്യ അക്കാദമിയിൽ പരിപാടി സംഘടിപ്പിച്ചു. സാറ ജോസഫിന്റെ ലോകങ്ങൾ, ജീവിതം, എഴുത്ത്, പ്രതിരോധം എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കന്നഡ എഴുത്തുകാരി ബാനു മുഷ്താഖ് ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സാറ ജോസഫിനെ ആദരിച്ചു. സാഹിത്യ അക്കാദമി പ്രസിഡന്റ് K. സച്ചിദാനന്ദൻ അധ്യക്ഷത വഹിച്ചു. തെലുങ്ക് എഴുത്തുകാരി വോൾഗ, SN മാധവൻ, PN ഗോപികൃഷ്ണൻ, MP സുരേന്ദ്രൻ, കുസുമം ജോസഫ് തുടങ്ങിയവർ സംസാരിച്ചു. ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻസ് ദ്വിദിന സംസ്ഥാന നേതൃപരിശീലന ക്യാമ്പ് പീച്ചിയിൽ സംഘടിപ്പിച്ചു. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേന്ദ്രൻ കരിപ്പുഴ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. കോർപ്പറേറ്റുകൾക്ക് വേണ്ടി ഭരണം നടത്തുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ വികസന മുരടിപ്പും തൊഴിലില്ലായ്മയും ദാരിദ്ര്യവും മറയ്ക്കാൻ വംശീയമായ വേർതിരിവ് സൃഷ്ടിക്കുകയാണെന്നും ഇതിനെ ചെറുക്കാൻ തൊഴിലാളി പ്രസ്ഥാനങ്ങൾക്ക് മാത്രമേ കഴിയൂവെന്നും അദ്ദേഹം പറഞ്ഞു. FITU സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പരവൂർ അധ്യക്ഷത വഹിച്ചു. വെൽഫെയർ പാർട്ടി നേതാക്കളായ അഡ്വക്കേറ്റ് നിസാർ, ഹംസ എളനാട്, സരസ്വതി മെഹറുന്നീസ, മുഹമ്മദ് പൊന്നാനി തുടങ്ങിയവർ സംസാരിച്ചു. വേലൂർ ഗ്രാമകം നാടകോത്സവത്തിൽ ആദ്യ ദിനത്തിൽ അരങ്ങേറിയ നാടകം മാടൻ മോക്ഷം അവതരണ മികവ് കൊണ്ടും പ്രമേയം കൊണ്ടും പ്രശംസ നേടി. ആലപ്പുഴ പുന്നപ്ര മരുതം തിയേറ്റർ ഗ്രൂപ്പാണ് മാടൻ മോക്ഷം അവതരിപ്പിച്ചത്. പൊതുപരീക്ഷണ നാടകങ്ങളുടെ സംവേദന സാധ്യതകളുടെ പരിമിതികൾക്കപ്പുറത്ത് എല്ലാവർക്കും ആസ്വദിക്കുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന തരത്തിലാണ് നാടകത്തിന്റെ രചനയും സംവിധാനവും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. വർത്തമാനകാലത്തെ സാമൂഹ്യ രാഷ്ട്രീയ വിഷയങ്ങളാണ്
നാടകത്തിൽ പ്രതിപാദിക്കുന്നത്. കീഴാള ദൈവമായ മാടനും ദൈവത്തിന്റെ കർമ്മിയായ കുഞ്ഞിനും തമ്മിലുള്ള രസകരമായ സംഭാഷണത്തിലൂടെയാണ് നാടകം സഞ്ചരിക്കുന്നത്. നമ്മുടെ കൂട്ടത്തിലുണ്ടായിരുന്നേ 5-6 പറക്കൂടി ഒഴിച്ച് ബാക്കിയുള്ളവരെല്ലാം മറ്റേ സൈഡിൽ പോയി. അവരെങ്ങനെയാണ് ഇങ്ങോട്ട് വന്നത്? അവരാണ് ഇങ്ങോട്ട് വന്നല്ല, നമ്മുടെ ആളുകളെ തലക്കറി അങ്ങോട്ട് ചെന്നതാ. അമേരിക്ക മാവും പാൽപ്പൊടി കണ്ടപ്പോഴേ എല്ലാം കുത്തു കൊടുത്ത് കണ്ടു ചോദിച്ചത് എന്നു തീരും എന്റെ കഷ്ടം എന്റെ ദൈവമേ, അന്ന് തീരും എന്റെ കഷ്ടം. മോഹവലയങ്ങളിൽ പെടുന്ന കീഴാള ജീവിതങ്ങൾ എല്ലാം കവർന്നെടുക്കപ്പെട്ടവരാണെന്ന യാഥാർത്ഥ്യം തിരിച്ചറിയാൻ പലപ്പോഴും വൈകുന്നതും നാടകത്തിന്റെ പ്രധാന സന്ദേശമാണ്. വളരെ തന്മയത്വത്തോടെയും രസകരവുമായാണ് നാടകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ മുന്നോട്ടു പോയത്. മാടനും കുഞ്ഞിനും എന്ന കഥാപാത്രങ്ങളെ അരങ്ങിലെത്തിച്ച ജയചന്ദ്രൻ തകഴിക്കാരൻ, പ്രമോദ് വെള്ളായിനി എന്നിവരുടെയും അസാമാന്യമായ അഭിനയ മികവ് കയ്യടികളോടെയാണ് കാണികൾ സ്വീകരിച്ചത്. പശ്ചാത്തല സംഗീതവും ദീപസംവിധാനവും കലാസംവിധാനവും പ്രശംസ നേടി. രചനയും സംഭാഷണവും രാജ്മോഹൻ നീലേശ്വരവും, സംവിധാനം ജോബ് മഠത്തിലുമാണ് നിർവഹിച്ചിരിക്കുന്നത്. വൈദ്യകണ്ണിയുള്ള പെണ്ണല്ലേ, വൈദ്യകണ്ണിയുള്ള പെണ്ണല്ലേ. പൊറുക്കളെ എന്താണേലും കഞ്ഞിമീനും രാജ്യം തെളിയണം, ഇവിടെ സന്തതി പരമ്പര വാഴണം എന്നുള്ള ഒരു പരിഹാരം. TCV എരുമപ്പെട്ടി. സ്വകാര്യ ബസ് വ്യവസായം സംരക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് സ്വകാര്യ ബസ് ഓപ്പറേറ്റേഴ്സ് ഓർഗനൈസേഷന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ബസ് സംരക്ഷണ ജാഥയ്ക്ക് തൃശൂർ ശക്തൻ ബസ് സ്റ്റാൻഡിൽ സ്വീകരണം നൽകി. സംസ്ഥാന പ്രസിഡന്റ് PK മൂസ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് ബിബിൻ T ആലപ്പാട്ട് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന കോർഡിനേറ്റർ നൌഷാദ് ആറ്റുപറമ്പത്ത്, സംസ്ഥാന ട്രഷറർ VS പ്രദീപ്, ജാഥ ക്യാപ്റ്റൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി T ഗോപിനാഥൻ എന്നിവർ സംസാരിച്ചു. തൃശൂർ തിരുവമ്പാടി ക്ഷേത്രത്തിലെ ഭഗവതിയുടെ പ്രതിഷ്ഠാ ദിനം ഭക്തിനിർഭരമായ ചടങ്ങുകളോടെ ആഘോഷിച്ചു. തിരുവമ്പാടി രമേശ് മാരാരും സംഘവും അവതരിപ്പിച്ച മേളവും ചെറുശ്ശേരി ശ്രീകുമാറും സംഘവും അവതരിപ്പിച്ച പഞ്ചവാദ്യവും അരങ്ങേറി. തൃപ്പുക തൊഴാനടക്കം നിരവധി പേരാണ് ക്ഷേത്രത്തിലേക്ക് എത്തിയത്. പ്രസാദൂട്ടിൽ നിരവധി ഭക്തർ പങ്കെടുത്തു. ചേറ്റുവയിൽ വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്ന കഞ്ചാവുമായി യുവാവ് പിടിയിലായി. അടിമാലി സ്വദേശി മാണിക്യമാണ് പിടിയിലായത്. വാടാനപ്പള്ളി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ശ്രീലക്ഷ്മി, റഫീഖ്, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജിനേഷ് എന്നിവർ ചേർന്നാണ് മാണിക്യത്തിനെ അറസ്റ്റ് ചെയ്തത്. ചാവക്കാട് ലോട്ടറി വിൽപ്പനക്കാരന്റെ ബാഗ് കവർന്ന 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. ആലുംപടി പൂക്കൂട്ടിൽ വിപിൻ എന്ന കണ്ണൻ, ചാവക്കാട് കടപ്പുറം സ്വദേശി കറുപ്പം വീട്ടിൽ ശിഹാബുദ്ദീൻ എന്നിവരെയാണ് ചാവക്കാട് പോലീസ് ഇൻസ്പെക്ടർ VV വിമലിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. സബ് ഇൻസ്പെക്ടർ ശരത് സോമൻ, ASI മണികണ്ഠൻ, സിവിൽ പോലീസ് ഓഫീസർമാരായ EK ഹംദ്, പ്രദീപ്, പ്രശാന്ത് തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു. ഷെയർ ട്രേഡിംഗിലൂടെ ഇരട്ടി ലാഭവിഹിതം നൽകാമെന്ന് വിശ്വസിപ്പിച്ച് കൊടകര സ്വദേശിയിൽ നിന്ന് 5.5 ലക്ഷത്തോളം രൂപ തട്ടിയെടുത്ത കേസിൽ 2 പേരെ കൊടകര പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് സ്വദേശികളായ തച്ചൻകുന്നിൽ മുഹമ്മദ് ഷാഫി, പുത്തൻപുരയ്ക്കൽ ഡെന്നി എന്നിവരാണ് അറസ്റ്റിലായത്. കൊടകര കനകമല സ്വദേശിയുടെ ബാങ്ക് അക്കൌണ്ടുകളിൽ നിന്ന് കഴിഞ്ഞ ഡിസംബർ 24-നും ജനുവരി 11-നുമിടയിൽ പല തവണകളായി പ്രതികളുടെ വിവിധ അക്കൌണ്ടുകളിലേക്ക് 5,43,329 രൂപ ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ച് ട്രേഡിംഗ് നടത്തുകയും ലാഭവിഹിതമോ നിക്ഷേപിച്ച പണമോ തിരികെ നൽകാതെ കബളിപ്പിച്ചു എന്ന പരാതിയിലാണ് ഇരുവരും അറസ്റ്റിലായത്. കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ PK ദാസ്, സബ് ഇൻസ്പെക്ടർ EA സുരേഷ്, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ആഷ്ലിൻ ജോൺ തുടങ്ങിയവർ അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു.
ചാലക്കുടിയിലെ ഗതാഗതക്കുരുക്ക് ഒഴിവാക്കാൻ പരീക്ഷണാടിസ്ഥാനത്തിൽ ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തി. എറണാകുളം ഭാഗത്ത് പോകുന്ന ചെറിയ വാഹനങ്ങൾ മുരിങ്ങൂർ പാലത്തിന് സമീപത്ത് നിന്ന് ഇടത്തോട്ടേക്ക് തിരിച്ചുവിടും. തൃശൂർ ഭാഗത്തേക്ക് വരുന്ന ചെറിയ വാഹനങ്ങൾ പൊങ്ങത്ത് നിന്ന് മാമ്പറ വഴി തിരിച്ചുവിട്ടുമാണ് പോലീസ് പരിഷ്കാരം ഏർപ്പെടുത്തിയത്. ചിറങ്ങര അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് ദേശീയപാതയിൽ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് രൂപപ്പെട്ടതിനെ തുടർന്നാണ് കളക്ടറുടെ നിർദ്ദേശപ്രകാരം ഗതാഗത പരിഷ്കാരം ഏർപ്പെടുത്തിയത്. ഇനി സ്വർണം, വെള്ളി, പ്ലാറ്റിനം നിരക്കുകൾ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. സ്വർണം ഗ്രാമിന് 8310 രൂപ, ഭവന് 66,840 രൂപ. വെള്ളി ഗ്രാമിന് 102 രൂപ. പ്ലാറ്റിനം ഗ്രാമിന് 3302 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് നിങ്ങളുടെ അമൂല്യമായ വജ്രത്തിന് ഇനി മുഴുവൻ മൂല്യവും തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം, ഷാർജ. വീണ്ടും പ്രധാന വാർത്തകളിലേക്ക്. ആശാപ്രവർത്തകരുടെ പ്രശ്നങ്ങൾ ന്യായമായ ചർച്ചകളിലൂടെ തീർക്കണമെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. മുഖ്യമന്ത്രിയെ ഒറ്റപ്പെടുത്തി ആക്രമിക്കാൻ സമ്മതിക്കില്ലെന്നും ബിനോയ് വിശ്വം. നെല്ലെടുക്കാതെ സപ്ലൈകോ നിയമിച്ച കരാർ കമ്പനി പുല്ലഴി കോൾപ്പടവിലെ കർഷകരെ ചൂഷണം ചെയ്യുന്നതായി പരാതി. കൊയ്ത്ത് കഴിഞ്ഞ 20 ടണ്ണോളം നെല്ല് കോൾപ്പടവിൽ കെട്ടിക്കിടക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ മാലിന്യം തള്ളുന്നവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ ആരംഭിച്ച തൃശൂർ കോർപ്പറേഷൻ. പൊതുകാനയിൽ ശുചിമുറി മാലിന്യം തള്ളിയ 2 പേരെ വാഹനസഹിതം പിടികൂടി പോലീസിന് കൈമാറി. കുറ്റക്കാർക്കെതിരെ കർശനമായ നിയമ നടപടികളുമായി മുന്നോട്ടു പോകുമെന്ന് മേയർ MK വർഗീസ്. സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നാട്ടിക സിവിൽ സ്റ്റേഷനിലേക്ക് നടത്തിയ മാർച്ചിൽ സംഘർഷം. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. തൃശൂർ അതിരൂപത നടത്തുന്ന പാലയൂർ മഹാതീർത്ഥാടനം നാളെ. 2 ഘട്ടങ്ങളിലായി നടക്കുന്ന പദയാത്രയിൽ ആയിരങ്ങൾ അണിനിരക്കും. മധ്യപ്രദേശിലെ ജബൽപൂരിൽ വൈദികർക്ക് നേരെയുണ്ടായ ആക്രമണം ഒരു തരത്തിലും പൊറുക്കാനാവില്ലെന്ന് റവന്യൂ മന്ത്രി K രാജൻ. അധികൃതരുടെ ഭാഗത്തുനിന്ന് നീതിപൂർണമായ നടപടിയുണ്ടാകുമെന്നാണ് പ്രതീക്ഷയെന്ന് ആക്രമണത്തിനിരയായ വൈദികന്റെ സഹോദരൻ ജോബി. ആറാട്ടുപുഴ ശാസ്താവിന്റെ തിരുവാതിര പുറപ്പാട് ഭക്തിസാന്ദ്രമായി. പെരുവനം പൂരം ഞായറാഴ്ച. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.